Hi students, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പോളാർ ഫോം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് ഒന്നുകൂടി അത് പറഞ്ഞിട്ട് ഇവിടെ ക്ലാസ് ആരംഭിക്കാം. പോളാർ ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. പോളാർ കോർഡിനേറ്റ്സ് ആയ ആർ തീറ്റ അല്ലേ, ആർ തീറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതിയൊരു ഫോമായിരുന്നു പോളാർ ഫോം. അതായത് z = x+iy എന്നുള്ള ഈ ഒരു കോംപ്ലക്സ് നമ്പർ, ഇതിന് a+ib ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം എന്നെല്ലാം പറയാറുണ്ട്. x+iy ഫോം ഇതിൻ്റെ പിന്നെ പോളാർ ഫോം എന്ന് പറയുന്നത് z r × cos തീറ്റ, കോസ് ആണ് ആദ്യം, cos തീറ്റ + i sin തീറ്റ. ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് സാധാരണ പോളാർ ഫോം എന്ന് പറയാറുള്ളത്. ഇതിൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആർ ഈസ് കാൾഡ് മോഡുലസ് അല്ലേ. മോഡുലസ് കാണാൻ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്, √(x²+ y²). അതുകൊണ്ട് ആറിന് പറയുന്ന പേര് മോഡുലസ് മോഡുലസ് എന്നും തീറ്റയ്ക്ക് പറയുന്ന പേര് തീറ്റ ഈസ് കാൾഡ് വാട്ട്, ആർഗ്യുമെൻ്റ് ഓഫ് z. തീറ്റ ഈസ് കാൾഡ് ആർഗ് z അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്നും പറയാറുണ്ട്. എന്താണ് പറയുക? ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആറിന് പറയുന്ന പേര് മോഡുലസ്, തീറ്റയ്ക്ക് പറയുന്ന പേര് ആംപ്ലിറ്റ്യൂഡ്. അതുകൊണ്ട് പോളാർ ഫോമിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്ന് പറയും. ഓക്കെ, മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം, കാരണം അതിൽ മോഡുലസും ആംപ്ലിറ്റ്യൂഡാണ് ഉള്ളത്. അതുകൊണ്ട് പോളാർ ഫോം ഈസ് ഓൾസോ കാൾഡ് മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം. പിന്നെ ആറ് കാണേണ്ട വഴി നമ്മൾ പറഞ്ഞു, √(x²+ y²). തീറ്റ നമുക്ക് ലഭിക്കുന്നത് ടാൻ തീറ്റയിൽ നിന്നാണ് അല്ലേ. ടാൻ തീറ്റ = y/x എന്നുള്ള ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് തീറ്റ കിട്ടും. തീറ്റ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, -180 θ ≤ 180, ഈ ഒരു റേഞ്ചിൽ വരുന്ന ആംഗിളിന് പറയുന്നവരാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. ഓക്കെ, പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചിത്രത്തിൻ്റെ സഹായം തേടും. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ തീറ്റ എടുക്കും, ഇവിടെ ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് എടുക്കും. സെക്കൻഡിലേക്ക് വരുമ്പം π-θ. ഓക്കെ, ഇവിടേക്ക് എത്തുമ്പം ഇതിൻ്റെ നെഗറ്റീവാണ്, അപ്പം -π-θ എന്ന് മനസ്സിലാക്കി വെച്ചാൽ വെരി ഈസിയാണ്. തീറ്റ അതിൻ്റെ നെഗറ്റീവ്, ഇവിടെ π-θ അതിൻ്റെ നെഗറ്റീവ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് കണ്ടെത്തുന്നത്. ഇത് -π അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 180 ആണ്. 180 ഇവിടെ ഇൻക്ലൂഡഡ് ആണ്, കണ്ടോ, π. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ട് മെഷർ ചെയ്തിട്ടാണ് കണ്ടെത്തുക. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പൽ റേഞ്ചാണ്, -π < π. ക്ലിയർ ആണല്ലോ. നമ്മൾ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഒരു 2 ചോദ്യങ്ങളും കൂടെ ചെയ്തിട്ട് നമുക്ക് പോളാർ ഫോം ഫിനിഷ് ചെയ്യാം. 2 വെറൈറ്റി ചോദ്യങ്ങളാണ്, നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ z = 2 cos π/4 + i sin π/4. റൈറ്റ് z ഇൻ a+ib ഫോം എന്നാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കോംപ്ലക്സ് നമ്പർ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പോളാർ ഫോമിലാണ് നിൽക്കുന്നത് അല്ലേ, r × cos θ + i sin θ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് എഴുതണം? a+ib ഫോമിൽ എഴുതണം. അപ്പോൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടൊക്കെ നമുക്ക് ലഭിക്കും. എങ്ങനെ നമുക്ക് ഇതിനെ a+ib ഫോമിൽ എഴുതാം? ജസ്റ്റ് ഈ cos 45° sin 45°യുടെ വാല്യൂസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കൂ, z = 2 × 2 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി cos π/4, എന്താണ് cos π/4? നമുക്ക് എല്ലാവർക്കും അറിയാം, 1/√2 ആണ്. cos π/4 is 1/√2 + i × sin π/4 എന്താണ്? sin π/4 1/√2 ആണ് അല്ലേ. sin 45 1/√2. ഇതോടുകൂടി നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a+ib ഫോമിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇവിടെ √2 കോമൺ ഫാക്ടറാണ്. ആ 2 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ √2നെ ഞാൻ കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് ചാടിച്ചു. ബാക്കിയുള്ളത് എന്താണ്? 1 + i. ക്ലിയർ ആണല്ലോ, 1 + i. ഈ 2ഉം ഈ √2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും, √2 × 1 + i. വേണമെങ്കിൽ ഇതിനെ √2നെ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ √2 + i √2 എന്ന് എഴുതാം. നോക്കൂ, നിങ്ങളിപ്പോൾ a+ib ഫോമിലായില്ലേ. വാട്ട് ഈസ് a? ദിസ് ഈസ് a. റിയൽ പാർട്ട് ഈസ് √2, ഇമാജിനറി പാർട്ട് ഈസ് ഓൾസോ √2. കണ്ടോ, ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന a+ib ഫോമാണ്. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോമാണ് നിങ്ങൾ ഇവിടെ കാണുന്ന 2 × cos π/4 + i sin. ഇപ്പോൾ രണ്ടും ഒരേ നമ്പറാണ്. ഇതിന് പറയുന്ന പേര് a+ib ഫോം, ഇതിന് പറയുന്ന പേര് പോളാർ ഫോം. ഇതിൽ നിന്ന് നമുക്ക് ആ പോളാർ ഫോം, ആ നമ്പർ ഉണ്ടാക്കുന്ന ആംഗിളൊക്കെ കൃത്യമായിട്ട് ലഭിക്കും. കണ്ടോ, ഇവിടെ ഒരു നമ്പർ ഉണ്ട്, അത് π/4 ആംഗിളിലാണ് നിൽക്കുന്നത്, അതായത് 45°യിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവും. ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് 2 യൂണിറ്റ് ആണെന്ന് വരെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ആയിരിക്കും അതിൻ്റെ പൊസിഷൻ, കണ്ടോ, 2 യൂണിറ്റ് ആയിരിക്കും, ഇത് π/4 ആയിരിക്കും. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എല്ലാം നമുക്ക് പോളാർ ഫോമിൽ നിന്ന് ലഭിക്കും. ക്ലിയർ ആണല്ലോ. എല്ലാവരും ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും എഴുതിയെടുക്കുക കേട്ടോ. ഫിഗറിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ആൻസർ മാത്രം എഴുതിയെടുത്താൽ മതി. ക്ലിയർ.
ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പോളാർ ഫോം തന്നിട്ട് A+IB ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. 76. റൈറ്റ് ദി നമ്പർ റെപ്രസെൻറ്റിംഗ് P ഇൻ A+IB ഫോം. P എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്, Z ആണെന്ന് വിചാരിച്ചോളൂ. P എന്ന് പറഞ്ഞാൽ പോയിന്റ് ആയതുകൊണ്ടാണ് P എന്ന് കൊടുത്തത്. പക്ഷേ ഒരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ടാവും കേട്ടോ. ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ സർക്കിളിൻ്റെ റേഡിയസ് 2 യൂണിറ്റ് ആണ്. സർക്കിളിൻ്റെ റേഡിയസ് 2 യൂണിറ്റ്സ്. ഈ രണ്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് വാട്ട് ഈസ് പോയിന്റ് പിയുടെ A+IB ഫോം, ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ A+IB ഫോമാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ കോംപ്ലക്സ് നമ്പർ തൽക്കാലം Z എന്ന് പേര് കൊടുക്കുക. P റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ, കോംപ്ലക്സ് നമ്പർ Z ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ Z-ൻ്റെ പോളാർ ഫോമാണ് ആദ്യം എഴുതുന്നത്. എങ്ങനെ പോളാർ ഫോം എഴുതുക? പോളാർ ഫോം എഴുതാൻ നമുക്ക് ആറും തീറ്റയാണ് ആവശ്യം. വാട്ട് ഈസ് ആർ? ആർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിലേക്കുള്ള ദൂരം. ഇത് റേഡിയസ് 2 യൂണിറ്റ് ആയതുകൊണ്ട് OPയും 2 യൂണിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ R എന്ന് എഴുതാം. R = 2 എന്ന് തന്നിട്ടുണ്ട്. R = 2. ദിസ് ഈസ് ഓൾസോ 2. വാട്ട് ഈസ് തീറ്റ? തീറ്റ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി അല്ലേ. തീറ്റ = 60 ഡിഗ്രി ഡയറക്റ്റ് ആണല്ലോ. അതുകൊണ്ട് എന്താണ് പോളാർ ഫോം? യെസ്, പോളാർ ഫോമാണ് ഞാൻ ആദ്യം എഴുതുന്നത്. പോളാർ ഫോം ഈസ് Z = R ഇൻറ്റു പറയൂ cos θ പ്ലസ് I sin θ. ഇതാണ് പോളാർ ഫോം അല്ലേ. ദാറ്റ് ഈസ് = 2 ഇൻറ്റു cos 60 ഡിഗ്രി, ഡിഗ്രി ആകുമ്പോൾ ഡിഗ്രി എന്ന് എഴുതിയാൽ മതി, പ്ലസ് I ഇൻറ്റു സൈൻ 60 ഡിഗ്രി. ഓക്കെ, കഴിഞ്ഞു. ഇത് വാല്യൂസ് കൊടുക്കുന്നു കേട്ടോ. ഇപ്പം പോളാർ ഫോം കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A+IB ഫോം കിട്ടും. റെഡി? ദിസ് ഈസ് ഇക്വൽ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഇതിന് പറയുന്ന പേരാണ് പോളാർ ഫോം. ഇവിടെ ഫിനിഷ് ചെയ്തു. നമ്മൾ cos 60യുടെയും sin 60യുടെയും വാല്യൂ എഴുതി കഴിഞ്ഞാൽ നമുക്ക് A+IB ഫോം കിട്ടും. ഓക്കെ, എങ്ങനെ നമുക്ക് cos 60 എത്രയായിരിക്കും? വാട്ട് ഈസ് cos 60? cos 60 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. 1/2 പ്ലസ് I ഇൻറ്റു വാട്ട് ഈസ് sin 60? √3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 കണ്ടോ, ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു 1 പ്ലസ് I √3 ഹോൾ ഡിവൈഡ് ബൈ 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ /2 ഈ /2 ഈ ഇൻറ്റു 2 ഈ /2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 1 പ്ലസ് I √3 എന്ന് ആൻസർ കിട്ടും. ഇതിന് പറയുന്ന പേരാണ് എന്ത്? A+IB ഫോം. അപ്പോൾ ഈ P എന്ന് പറയുന്ന പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ A+IB ഫോം എന്ന് പറഞ്ഞാൽ 1 പ്ലസ് I √3 ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫിഗർ തന്നു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് പോളാർ ഫോം ആയിരിക്കും. പോളാർ ഫോമിൽ നമ്മൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? cos 60യുടെയും sin 60യുടെയും വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോമാണ് കാർട്ടീഷ്യൻ ഫോം, അല്ലെങ്കിൽ A+IB ഫോം, അല്ലെങ്കിൽ X+IY ഫോം. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാം, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതിൻ്റെ സൊല്യൂഷൻ എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ. ആൻ ഇക്വേഷൻ ഓഫ് ദി ഫോം ax² പ്ലസ് bx പ്ലസ് c = 0 എന്ന് പറയുന്ന ഈ മോഡൽ ഇക്വേഷൻസിന് പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എയും ബിയും സിയും എല്ലാം ആരായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. പിന്നെ a not = 0 ആയിരിക്കണം. a 0 ആയാൽ പിന്നെ ഇതിന് ക്വാഡ്രാറ്റിക് എന്ന് പറയില്ല. കാരണം ഇവിടെ സെക്കൻഡ് ഡിഗ്രി വരുന്ന ടേം ഇതാണല്ലോ, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ക്വാഡ്രാറ്റിക് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് a 0 ആവാൻ പാടില്ല, ബാക്കിയൊന്നും പ്രശ്നമില്ല. ക്ലിയർ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. രണ്ട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. x = വാട്ട്സ് നിങ്ങൾക്ക് അറിയുന്നതാണ്, -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a. സാധാരണ സൊല്യൂഷൻസിന് റൂട്ട്സ് എന്ന് പറയാറുണ്ട് അല്ലേ. 2 റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആർ ഗിവൺ ബൈ x = -b ± √b² - 4ac/2a. ഇത് നിങ്ങൾ പഠിച്ചതാണ്. ഇതിന് ഈ b² - 4ac സാധാരണ ഡിസ്ക്രിമിനൻറ്റ് എന്നാണ് പറയാം അല്ലേ. ഡിസ്ക്രിമിനൻറ്റ്, ഈ ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ, അതായത് b² - 4ac പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതല്ലേ, >0, രണ്ട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. രണ്ട് റൂട്ട്സ് എന്ന് പറയും. രണ്ട് റൂട്ട്സ് ഉണ്ടായിരിക്കും, രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടായിരിക്കും, രണ്ട് വ്യത്യസ്ത റൂട്ടുകളായിരിക്കും. അതേസമയം ഇത് b² - 4ac എന്ന് പറയുന്ന ഈ ഡിസ്ക്രിമിനൻറ്റ് 0 വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം 0. അപ്പോൾ നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടും. രണ്ടും റിപ്പീറ്റഡ് ആയിരിക്കും. -b/2a എന്നുള്ള രണ്ട് ഒരേ റൂട്ട്സ് ആയിരിക്കും അല്ലേ. റിപ്പീറ്റഡ് റൂട്ട്സ് എന്നാ പറയാം, റിപ്പീറ്റഡ് റൂട്ട്സ്. മൂന്നാമത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു പണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. b² - 4ac നെഗറ്റീവ് ആയാൽ,
ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കേസ് അല്ലേ. റൂട്ടിനകത്ത് നെഗറ്റീവ് ആയാൽ നമുക്ക് വീണ്ടും ഇവിടെ 2 റൂട്ട്സ് കിട്ടും. 2 റൂട്ട്സ് എന്തായിരിക്കും? അതിന് പറയുന്ന പേരാണ് ഇമാജിനറി റൂട്ട്സ്. എന്താണ്? ഇമാജിനറി റൂട്ട്സ്. കാരണം റൂട്ടിനകത്ത് ഇങ്ങനെ നെഗറ്റീവ് എന്ന് വിചാരിച്ചോളൂ, -4 എന്ന് വന്നാൽ നമുക്ക് എന്ത് എഴുതാം? I2 എന്ന് എഴുതാം. I2 എന്ന് എഴുതിക്കൂടെ? 4ൻ്റെ റൂട്ട് 2 -1ൻ്റെ റൂട്ട് I. അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് നമുക്ക് 3 കേസിലും ഇപ്പോൾ ഫുൾ ടൈം നമുക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. പണ്ട് നിങ്ങളിത് നെഗറ്റീവ് എന്നപ്പോൾ പഠിച്ചിരുന്നത് ദർ ആർ നോ റിയൽ റൂട്ട്സ് എന്നാണ്. പക്ഷേ ഇപ്പോൾ റൂട്ട്സ് ഉണ്ട്, അത് ഇമാജിനറി റൂട്ട്സ് ആണ് അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ട്സ് ആണ്. ഓക്കെ, കോംപ്ലക്സ് റൂട്ട്സ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഇമാജിനറി റൂട്ട്സ്. ക്ലിയർ ആണല്ലോ? ഈ ഫോർമുല പഴയത് തന്നെയാണ്. നമ്മൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ I ഉപയോഗിച്ചിട്ട് ആൻസർ എഴുതും. പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്സ് എഴുതിയെടുക്കണം. ഈ പേജ് ആരും എഴുതിയെടുക്കേണ്ട, നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണ്. ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് ഹെഡിങ് എഴുതുന്നു. അതിൻ്റെ ശേഷം നിങ്ങൾ ഈ പേജാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. റൈറ്റ് ആൻ ഇക്വേഷൻ ഓഫ് ദി ഫോം ax² plus bx plus c is equal to 0, a, b, c are real numbers, a not equal to 0 is called a quadratic equation. Okay, the two roots of above equations is given by x is equal to -b plus or minus root of b square minus 4ac divided by 2a. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, ബോക്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഈ b square minus 4ac പോസിറ്റീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0, 2 റിയൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്, 2 റൂട്ട്സ് ഉണ്ടായിരിക്കും, രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. b square minus 4ac 0 വന്നു കഴിഞ്ഞാൽ 2 റൂട്ട്സ് ഉണ്ടായിരിക്കും, റിയൽ ആയിരിക്കും, പക്ഷേ ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഐഡൻറ്റിക്കൽ എന്ന് പറയും അല്ലെങ്കിൽ റിപ്പീറ്റഡ് റൂട്ട്സ് എന്ന് പറയും. അതേസമയം b square minus 4ac നെഗറ്റീവ് വന്നാൽ 2 ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും. ഓക്കെ, ഇമാജിനറി റൂട്ട്സ് കോംപ്ലക്സ് റൂട്ട്സ് എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം അല്ല, സെയിം ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 76. ആദ്യത്തെ ചോദ്യം x² പ്ലസ് സോൾവ് ദി ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. മെയിൻ ഹെഡിങ് എഴുതാം കേട്ടോ. സോൾവ് ദി ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതിൽ 76 x² പ്ലസ് 2 = 0. ഇതിന് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. -b പ്ലസ് ഓർ മൈനസ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഇത് ഡയറക്റ്റ് നമ്മൾ സോൾവ് ചെയ്യാണ്. നോക്കൂ നിങ്ങൾ, ഇതിന് x² = -2 എന്ന് എഴുതാം ആദ്യം. x² = -2. അപ്പോൾ നമുക്ക് x ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ലേ? x = പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -2 എന്ന് എഴുതണം. റൂട്ട് ഓഫ് -2. അപ്പോൾ എന്തായിരിക്കും ആൻസർ? x = റൂട്ട് ഓഫ് -2. ഈ നെഗറ്റീവിന് നമുക്ക് എന്ത് കൊടുക്കാം? I എന്ന് എഴുതാം. -1ന് I എന്ന് എഴുതി. റൂട്ട് ഓഫ് -1 ആണ് I, മറക്കരുത്. റൂട്ട് 2 അതേപോലെ എഴുതി. സോ ദ ആൻസർ ഈസ് പ്ലസ് ഓർ മൈനസ് I√2. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. എന്താണ്? x² = -3, x = പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3 എന്ന് എഴുതണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് -1ന് I എന്ന് എഴുതി, റൂട്ട് 3 എന്ന് എഴുതി. ക്ലിയർ? 2 റൂട്ട്സ് ഉണ്ട് നോക്കൂ, I√3യും -I√3യും. ഇവിടെ I√2 -I√2 രണ്ടും സെപ്പറേറ്റ് എഴുതണം എന്നില്ല, ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് എന്നാണ് ചോദ്യം കേട്ടോ. x² പ്ലസ് x + 1 = 0. ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ a എഴുതുന്നു അല്ലേ? വാട്ട് ഈസ് a? a = 1, yes, b = 1 ആൻഡ് c = 1. a എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് b, കോൺസ്റ്റൻറ്റ് ടേം ആണ് c. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ഫോർമുല എഴുതുന്നു. വാട്ട് ഈസ് x? നമ്മൾ പഠിച്ചു ക്വാഡ്രാറ്റിക് ഫോർമുല അല്ലേ? വാട്ട് ഈസ് x? x = -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, b² - 4ac ഡിവൈഡഡ് ബൈ 2a. റെഡി ആണല്ലോ? വാല്യൂസ് കൊടുക്കുന്നു. -b എന്ന് പറഞ്ഞാൽ എന്താണ്? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² എന്ന് പറഞ്ഞാൽ 1 - 4 ഇൻറ്റു എയും സിയും എല്ലാം 1 ആണ്, 1 ഡിവൈഡഡ് ബൈ 2 × 1 അല്ലേ? 2 × 1 അത് ഞാൻ ഒന്നും എഴുതുന്നില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 - 4 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ്, ഇത് റൂട്ട് ഓഫ് -3 ആണ്, കണ്ടോ നിങ്ങൾ? ഡിവൈഡ് ബൈ 2. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. -1 പ്ലസ് ഓർ മൈനസ്, പണ്ട് നമ്മൾ പഠിച്ചപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ ദർ ആർ നോ റിയൽ റൂട്ട്സ് എന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചു റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ? റൂട്ട് -1ന് നമ്മൾ I എന്ന് എഴുതി, റൂട്ട് 3ക്ക് പകരം റൂട്ട് 3 തന്നെ എഴുതി. കണ്ടോ? റൂട്ട് -1 പുറത്തേക്ക് ചടിപ്പോൾ I ഡിവൈഡഡ് ബൈ 2.
2. ഇതാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ രണ്ട് സൊല്യൂഷൻ. ഒന്ന് -1 പ്ലസ് i√3/2, രണ്ടാമത്തേത് -1 മൈനസ് i√3/2. ഈ രണ്ട് റൂട്ട്സിൻ്റെയും പ്രത്യേകത രണ്ടും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഒരു റൂട്ട് മറ്റു റൂട്ടിൻ്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും അല്ലേ. ഈ രണ്ട് റൂട്ട്സും ഒന്നിൻ്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും. -1 പ്ലസ് i√3/2ൻ്റെ കോഞ്ചുഗേറ്റ് ആണ് -1 മൈനസ് i√3/2. അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൂടെ ഇതിന് ഉണ്ടായിരിക്കും. വെരി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ആകെ വ്യത്യാസം റൂട്ട് -3 കണ്ടാൽ നിങ്ങൾ i√3 എന്ന് എഴുതണം. ബാക്കിയെല്ലാം പഴയത് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 79. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യില്ലേ? യെസ്. വാട്ട് ഈസ് എ ഹിയർ? എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 1 ആൻഡ് സി ഈക്വൽ ടു 1. ഞാൻ ആൻസർ എഴുതാണ്. ഈ ഫോർമുല നിങ്ങൾ ഫോർമുല എഴുതണം, ഞാൻ ആൻസർ മാത്രം എഴുതാം കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 4 × 2 × 1 ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ശരിയല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 8 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -7 ഡിവൈഡ് ബൈ 4 അല്ലേ. 1 മൈനസ് 8 എന്ന് പറഞ്ഞാൽ -7. അപ്പോൾ എന്തായിരിക്കും ആൻസർ? യെസ്, -1 പ്ലസ് ഓർ മൈനസ് ഇവിടെ i√7 എന്ന് എഴുതും. i√7 ഡിവൈഡഡ് ബൈ 4. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ രണ്ട് ആൻസർ ഉണ്ട്. ഫസ്റ്റ് പ്ലസ് എടുക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും, മൈനസ് എടുക്കുമ്പോൾ രണ്ടാമത്തെ റൂട്ട്സ്. ദർ ആർ 2 റൂട്ട്സ്, 2 ഇമാജിനറി റൂട്ട്സ് ആണ്. ദേ ആർ കോൺജുഗേറ്റ്സ് ഈച്ച് അതർ. ക്ലിയർ? നെക്സ്റ്റ് 80 നോക്കാം നമുക്ക് അല്ലേ. വാട്ട് ഈസ് എ? എ ഈക്വൽ ടു √5, ബി ഈക്വൽ ടു 1, സി ഈക്വൽ ടു √5. നിങ്ങൾ ഫോർമുല എഴുതണം കേട്ടോ. എന്താ ഫോർമുല? എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ്, ഞാൻ എല്ലാത്തിനും എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ എഴുതുക. പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a. -b എന്ന് പറയുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, ബീൻ്റെ സ്ക്വയർ 1 അല്ലേ, മൈനസ് 4ac 4 × a എന്ന് പറഞ്ഞാൽ √5, c എന്ന് പറഞ്ഞാലും √5. അപ്പോൾ 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2√5. ക്ലിയർ ആണല്ലോ? മനസ്സിൽ പറഞ്ഞെഴുതുക b² മൈനസ് 4ac. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താ വരിക മക്കളെ? 1 മൈനസ് ഇത് 4 × ഈ √5 ചേർന്നാൽ 5 ആവും അല്ലേ, ഒരു 5 ആവും. 4 × 5 എന്തായിരിക്കും? 20 എന്ന് എഴുതുന്നു. 20 ഡിവൈഡഡ് ബൈ 2√5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -19 കറക്റ്റ് അല്ലേ, ഡിവൈഡഡ് ബൈ 2√5. അപ്പോൾ എന്തായി ആൻസർ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസിന് ഒഴിവാക്കണം. റൂട്ടിനകത്ത് മൈനസ് നിലനിൽക്കില്ല കേട്ടോ. റൂട്ടിനകത്ത് മൈനസ് വന്നാൽ i എന്നാണ്, പുറത്തേക്ക് ചാടിയാൽ i ആയി. √19 നമ്മൾ തൊടണ്ട, √19 തന്നെ ഡിവൈഡഡ് ബൈ 2√5. അതോടുകൂടി ആൻസർ ഫിനിഷ്ഡ്. ക്ലിയർ? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac/2a എല്ലാവർക്കും പരിചയമുള്ള ഇക്വേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 81 നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. a ഈക്വൽ ടു √2 ആണ് അല്ലേ. a ഈക്വൽ ടു √2, b ഈക്വൽ ടു 1, c ഈക്വൽ ടു again √2. what is x? x is equal to -b -1 plus or minus root of b² minus 4ac 4 × √2 × √2 divided by 2a, not 2√2. That is equal to -1 plus or minus root of 1 minus 4 × 2 8 divided by 2√2. That is equal to -1 plus or minus root of -7 divided by 2√2. റൂട്ടിനകത്ത് നെഗറ്റീവിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ -1 പ്ലസ് ഓർ മൈനസ് i√7 ഡിവൈഡഡ് ബൈ 2√2. ഇപ്പോൾ രണ്ട് റൂട്ട്സ് ഉണ്ട് കേട്ടോ. പ്ലസ് എടുത്താൽ ഒരു ആൻസർ, മൈനസ് എടുത്താൽ സെക്കൻഡ് ആൻസർ. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്താൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാതെയും ആൻസർ ചെയ്താൽ. രണ്ടും സെപ്പറേറ്റ് പേരൊക്കെ ചോദിച്ചാൽ നമുക്ക്
പേര് കൊടുത്തിട്ട് ആൻസർ ചെയ്താൽ. രണ്ടും കോംപ്ലക്സ് നമ്പറാണ് കേട്ടോ. ഇതിൻ്റെ രണ്ട് ആൻസർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് റൂട്ടിനെ Z1 എന്ന് കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? -1 + i√7 ഡിവൈഡഡ് ബൈ 2√2 ആണ് ഫസ്റ്റ് ആൻസർ. രണ്ടാമത്തേന് Z2 എന്ന് പേര് കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? -1 - i√7 ഡിവൈഡ് ബൈ 2√2. ഇങ്ങനെ രണ്ട് പേരൊക്കെ കൊടുത്ത് വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. രണ്ടും കോംപ്ലക്സ് നമ്പറാണ്. ഒന്നിൻ്റെ കോഞ്ചുഗേറ്റ് ആണ്. Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1ൻ്റെ കോഞ്ചുഗേറ്റ് ആണെന്ന് മനസ്സിലാക്കിയത്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x² + x + 1/√2 നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. സോൾവ് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ a = 1, b = 1, c = 1/√2. ശരിയല്ലേ? x = -b -1 ± √b² - 4ac 4 × 1/1/√2 4aci. okay, divide by 2a. ready? That is equal to -1 ± √1 ഈ 4/√2 എങ്ങനെ എഴുതാം നോക്കൂ. 4/√2നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 4 എന്ന് പറഞ്ഞാൽ 2 × 2 അല്ലേ, ഡിവൈഡ് ബൈ √2. ഈ √2 ഇതും ക്യാൻസൽ ചെയ്താൽ ഇവിടെ √2 ഉണ്ടാവും. ഇപ്പോൾ 2√2 എന്നാവും. ഓക്കെ, 2√2 എന്നായി. ഡിവൈഡഡ് ബൈ 2 എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 1 2√2. ഇതിൽ വലിയ നമ്പർ ഇതാണ്. ചെറുതിൽ നിന്ന് വലുത് കുറക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെഗറ്റീവ് നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതണം? -1 ± തിരിച്ചെഴുതണം. ഇതിനെ എങ്ങനെ തിരിച്ചെഴുതാം? -2√2 -1 എഴുതണം. ഇപ്പോൾ ഈ അകത്തുള്ളത് പോസിറ്റീവാണ്. ഡിവൈഡഡ് ബൈ 2 എന്നായിട്ട് മാറി. ഇനി ഈ നെഗറ്റീവിന് പകരം നമ്മൾ i എന്ന് എഴുതിയാൽ -1 ± ഈ നെഗറ്റീവ് 1 i ആയിട്ട് മാറി. i × √2√2 -1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇവിടെ നെഗറ്റീവ് നമ്പർ 1 - 2√2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ അല്ലേ. നോക്കൂ നിങ്ങൾ, √1 - 8 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ഇങ്ങനെ ശരിക്കും എഴുതേണ്ടത് -8 - 1 ആയിരുന്നു അല്ലേ. ഈ മൈനസ് എന്തായി? i ആയി. ഇത് 7 ആയി. അങ്ങനെയാണ് നമുക്ക് i√7 എന്ന് കിട്ടിയത്. ഇതിന് നമ്മൾ നേരിട്ട് √7 എന്ന് എഴുതിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ i√7 തന്നെ ആയിരിക്കും. കണ്ടോ? അപ്പം പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂട്ടിനകത്ത് പോസിറ്റീവ് വരണം. അപ്പോൾ വലിയ നമ്പർ ആദ്യം എഴുതണം. വലിയ നമ്പർ ആദ്യം എഴുതിയിട്ട് ചെറിയ നമ്പർ ആദ്യം എഴുതുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവിനെ പുറത്തേക്ക് ചാടുമ്പോൾ i എന്നായിട്ട് മാറും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. Z1 and Z2 ആർ ദി റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ. പ്രൂവ് ദാറ്റ് 1 + Z1 + Z2 = 0. രണ്ട് റൂട്ട്സിനും Z1 Z2 എന്ന് പേര് കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ 1ഉം Z1ഉം Z2 കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടുന്നതാണ്. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് സ്പീഡിലൊന്ന് ചെയ്യാം ആൻസർ കേട്ടോ. ഇവിടെ a = 1 ആണ്, b = 1 ആണ്. ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ചോദ്യം. c = 1 ആണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ പറയും നിങ്ങൾ. x = s -1 ± √b² - 4ac 4 തന്നെ വരും. ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ -1 ± √-3/2 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം -1 ± i√3 ഡിവൈഡ് ബൈ 2. ഇത് രണ്ട് റൂട്ട്സ് ഉണ്ടല്ലോ. ഇത് നമ്മൾ ആദ്യത്തേന് Z1 എന്നും രണ്ടാമത്തേന് Z2 എന്നും പേര് കൊടുക്കുകയാണ്. ഓക്കെ, ലെറ്റ് റൂട്ട്സിന് എന്താ പേര് കൊടുത്തത്? Z1 Z2. ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് Z1 and Z2. കണ്ടില്ലേ? Z1 and Z2. Z1 എന്ന് പറഞ്ഞാൽ ഏതാ? ഫസ്റ്റ് റൂട്ട് -1 + i√3/2 Z1 എന്ന് കൊടുത്തു. രണ്ടാമത്തെ റൂട്ടിന് Z2 എന്ന് പേര് കൊടുത്തു. രണ്ടും കോംപ്ലക്സ് നമ്പറാണ്. -1 - i√3/2. അപ്പോൾ Z1 ഫസ്റ്റ് റൂട്ടിന് Z1 എന്നും സെക്കൻഡ് റൂട്ടിന് Z2 എന്നും പേര് കൊടുത്തു. ഇനി ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കാം. 1 + Z1 + Z2 എന്ന് ഞാൻ ഇവാലുവേറ്റ് ചെയ്യാണ്. ഓക്കെ, 1 + Z1 + Z2 is equal to 1 + what is Z1? yes, -1 + i√3/2 പ്ലസ് Z1 കഴിഞ്ഞു. ഇനി Z2 -1 - i√3/2. നമുക്കിത് രണ്ടും ഒന്ന് ക്ലബ് ചെയ്യാം അല്ലേ. എങ്ങനെ ക്ലബ് ചെയ്യാം? നമുക്ക് രണ്ടും 2 അല്ലേ. 1 1+ എന്ന് എഴുതിയിട്ട് ഇത് രണ്ടും കൂട്ടാണ്. -1 + i√3 -1 - i√3 ഹോൾ ഡിവൈഡ് ബൈ 2. ഇത് 1 ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ.
ഇനി നോക്കൂ നിങ്ങൾ, ഈ i√3 കണ്ടില്ലേ നിങ്ങൾ, ഈ i√3 ക്യാൻസലായി. -1 ചേർന്നാൽ -2 ആയി, -2 അല്ലേ. ഈ -2/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ വരിക. അപ്പോൾ ഇങ്ങനെ വരും 1 മൈനസ് ഇത് -2/2, 2/2, 1 - 1 കിട്ടും. 1 - 1 ഈസ് നത്തിങ് ബട്ട് 0. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഈ -ഓഫ് ചേർന്നാൽ -1 ആയി, ഇത് രണ്ടും ക്യാൻസൽ ആവും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ അഡീഷനാണ്, അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 0 എന്ന് ലഭിക്കും ആൻസർ. ഓക്കെ, ഇത് ഒരു സാധാരണ ചോദ്യം തന്നെയാണ്. 2 റൂട്ട്സിന് പേര് കൊടുത്തു, എന്നിട്ട് ഇത് ചോദിച്ചു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. സോൾവ് x² + 3x + 3 ABC എഴുതിയിട്ട് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുക. -b + or - √b² - 4ac/2a. ക്വസ്റ്റ്യൻ നമ്പർ 85 അതേ മോഡൽ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 86. ഈ 3 ചോദ്യങ്ങളും സെയിം ഫോർമാറ്റിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്വാഡ്രാറ്റിക് ഫോർമുലയാകുന്ന -b + or - √b² - 4ac/2a എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക, നന്നായി പഠിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ.